ഇന്നത്തെ വീഡിയോ 2025 ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്ന കുറച്ച് ബൈക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതിൽ ലോഞ്ച് കൺഫേം ആയിട്ടുള്ള ബൈക്കിനെ കുറിച്ച് മാത്രമേ ഈ ഒരു വീഡിയോയിൽ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങളൊരു പുതിയ ബൈക്ക് എടുക്കാൻ പ്ലാനുള്ള ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ എന്തായാലും മസ്റ്റായിട്ട് ഒന്ന് വാച്ച് ചെയ്യുക. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്യുക. ലിസ്റ്റിലെ ഫസ്റ്റ് ബൈക്ക് കവാസാക്കിയുടെ KLS 230 ആണ്. കവാസാക്കി ഓൾറെഡി അൺവീൽ ചെയ്ത മോഡലാണ് ഈ ഒരു KLS 230. ഇതൊരു ഡുവൽ സ്പോർട്ട് മോട്ടോർ സൈക്കിളാണ് കവാസാക്കിയുടെ. ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇതൊരു പക്ക ഡേർട്ട് ബൈക്കിൻ്റെ ലുക്കാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇത് റോഡ് ലീഗലായിട്ടാണ് വരുന്നത്. ബാക്കിയുള്ള ഒരുപാട് രാജ്യത്തൊക്കെ റോഡ് ലീഗലുണ്ട്, റോഡ് ലീഗൽ അല്ലാത്ത മോഡലുണ്ട്. ഫുള്ളി LED ലൈറ്റിലാണ് വണ്ടി വരുന്നത്. ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്ററും ടെയിൽ സെക്ഷനും LED ആണ്. ഫ്രണ്ടിൽ 220 mm ടെലിസ്കോപ്പിക് ഫോർക്കും ബാക്കിൽ 223 mm മോണോ ഷോക്കാണ് വരുന്നത്. പക്ക ഓഫ് റോഡിങ്ങിന് മാച്ച് ആയിട്ടുള്ള ഷോക്ക് സെറ്റപ്പാണ്, സസ്പെൻഷൻ സെറ്റപ്പാണ് വണ്ടിക്ക് അവർ ആഡ് ചെയ്തിട്ടുള്ളത്. വണ്ടീൻ്റെ ടാങ്ക് റേഞ്ച് ഒക്കെ വളരെ കുറവാണ്. ഒരു 6.6 ലിറ്ററിൻ്റെ ടാങ്ക് റേഞ്ച് ആണ്. ഈ ഒരു ബൈക്കും കൊണ്ട് ലോങ് ട്രിപ്പൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് കുറച്ചും കൂടി ഓഫ് റോഡിന് ഫോക്കസ്ഡ് ആയിട്ടുള്ള മോഡലാണ്. റോഡിനെക്കാട്ടും കുറച്ചും കൂടി ഓഫ് റോഡിനായിരിക്കും ഈ ഒരു ബൈക്കിൻ്റെ ഒരു പെർഫോമൻസ് ഫീൽ ചെയ്യുന്നത്. ബ്രേക്കിംഗ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ 213 mm ഡിസ്ക് ബ്രേക്കാണ്, ബാക്കിൽ 186 mm ഡിസ്ക് ബ്രേക്കാണ്. ഡുവൽ ചാനൽ ABS ആണ്. ABS ഓഫ് ആക്കാനും പറ്റും. ഒരു സ്ട്രേറ്റ് അപ്രൈറ്റ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറും കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക്. 275 mm ആണ് വണ്ടി. ഗ്രൗണ്ട് ക്ലിയർ ഒരു 70,000 രൂപയാണ് എക്സ്ഷോറൂം. എന്തായാലും ഒരു 3 lakh അബവ് വണ്ടി ഓൺ റോഡ് വരാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത് വരാൻ പോകുന്ന ബൈക്ക് എൻഫീൽഡിന്റെ ക്ലാസിക് 350 ആണ്. എൻഫീൽഡ് ഒഫീഷ്യലി അൺവീൽ ചെയ്ത മോഡലാണ് ഈ ഒരു ക്ലാസിക് 350. വണ്ടിയുടെ ഡിസൈൻ്റെ കാര്യത്തേക്ക് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഡിസൈൻ അല്ല വണ്ടിക്ക്. നമ്മുടെ ക്ലാസിക് 350 കാണുന്ന സെയിം ഡിസൈൻ തന്നെയാണ്. എൻഫീൽഡിന്റെ റെക്കോർഡ് സെയിൽസ് വന്ന ഒരു മോഡലാണ് ക്ലാസിക് 350, പിന്നെ സ്റ്റാൻഡേർഡ് മോഡലൊക്കെ. ആ ഒരു ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്ലാസിക് മോഡലായിട്ട് അവർ 650 കൊണ്ടുവന്നത്. ഫ്രണ്ട് സെക്ഷൻ ക്ലാസിക് 350 പോലെയാണെങ്കിൽ ബാക്കിലെ സെക്ഷൻ സൂപ്പർ മെട്രോ 650 പോലെയാണ്. ഇനി വണ്ടിയുടെ സ്പെക്സ് നോക്കുകയാണെങ്കിൽ വണ്ടിക്ക് ഫുള്ളി LED ലൈറ്റ് വരുന്നുണ്ട്. ഇനി സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ 43 mm ഷോവേയുടെ ടെലിസ്കോപ്പിക് ഫോർക്കാണ്, ബാക്കിൽ ടിൻ ഷോക്കും കൊടുത്തിട്ടുണ്ട്. വണ്ടിക്ക് 800 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. ഇനി ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ 154 mm ആണ്. ഇനി വെയിറ്റ് നോക്കുകയാണെങ്കിൽ എൻഫീൽഡിൻ്റെ ഇപ്പം നിലവിലുള്ള ബൈക്കിൽ ഏറ്റവും വെയിറ്റ് കൂടിയ മോഡലാണിത്. 243 kg ആണ് വണ്ടീൻ്റെ വെയിറ്റ് വരുന്നത്. വണ്ടീൻ്റെ മീറ്റർ കൺസോളൊക്കെ സെയിം ക്ലാസിക് 350 പോലെ തന്നെയാണ്. ഇനി ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഡുവൽ ചാനൽ ABS ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വണ്ടീൻ്റെ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇൻറ്റർസെപ്റ്ററിലും കോണ്ടിനെൻ്റൽ GT-യിലൊക്കെ കണ്ടിട്ടുള്ള സെയിം 648cc പാരലൽ ടിൻ സിലിണ്ടർ എഞ്ചിനാണ്. അതിൽ 46.3 bhp പവറും 52 Nm ടോർക്കാണ്. വണ്ടിയുടെ റൈഡ് റിവ്യൂ ഒക്കെ വന്നതാണ്. വണ്ടിയുടെ ടോപ്പ് ആൻഡ് ഏകദേശം 140 km/h ആണ്. വണ്ടിയുടെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് 3,30,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്. 2025 വണ്ടി ഇന്ത്യയിലേക്ക് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യും. മൂന്നാമത്തെ ബൈക്ക് ഹീറോൻ്റെ ഒരു സ്പോർട്സ് ടൂറർ ബൈക്കാണ്. ഹീറോൻ്റെ കരിസ്മ XM-R ഒരു 250cc മോഡൽ വരാൻ പോകുന്നുണ്ട്. ഈ ഒരു ബൈക്കും ഹീറോ ഒഫീഷ്യലായിട്ട് അൺവെയിൽ ചെയ്ത മോഡലാണ് ഇഗ്മയിൽ വെച്ചിട്ട്. ഡിസൈൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ XM-R 210 സെയിം ഡിസൈനാണ്. അതിൽ അവർ വിംഗ്ലേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു മാറ്റം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. എന്തായാലും പഴയ XM-R-നെക്കാട്ടും കുറച്ചും കൂടി സ്പോർട്ടി ലുക്ക് ഈ ഒരു ബൈക്കിന് കിട്ടുന്നുണ്ട്. വണ്ടി ഫുള്ളി LED ലൈറ്റിലാണ് വരുന്നത്. ഇനി സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ UST ഫോർക്കും ബാക്കിൽ പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആണ്. ഇനി ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ വണ്ടിക്ക് ഡുവൽ ചാനൽ ABS ആണ്. വണ്ടീൻ്റെ സീറ്റ് ഹൈറ്റും വണ്ടീൻ്റെ വെയിറ്റും കാര്യങ്ങളൊന്നും ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല. ഈ ഒരു ബൈക്കിൻ്റെ ചെറിയൊരു നെഗറ്റീവ് ഹീറോയുടെ കരിസ്മ XM-R 210 TFT മീറ്റർ കൺസോൾ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പുതിയ മോഡലായിട്ടുള്ള 250 അവർ LCD ആണ് കൊടുത്തിട്ടുള്ളത്. അത് ഹീറോ എന്ത് അടിസ്ഥാനത്തിലാണ് കൊടുത്തതെന്ന് അറിയില്ല. ചിലപ്പോൾ പ്രൈസ് കട്ടിങ്ങിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരിക്കാം. ഇനി എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഹീറോ ഇപ്പം പുതുതായിട്ട് ഒരു 250cc എഞ്ചിൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഹീറോൻ്റെ ഫസ്റ്റ് 250cc എഞ്ചിനാണ്. വണ്ടീൻ്റെ ഫുൾ സ്പെക്സ് വരുന്നത് 250cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് DOS എഞ്ചിനാണ്. വണ്ടീൻ്റെ മാക്സിമം പവർ 30 BS ഓഫ് പവറും 25 Nm ഓഫ് ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഏകദേശം ഡ്യൂക്ക് 250ൻ്റെ അടുത്ത് പവർ ഈ ഒരു ബൈക്കിന് വരുന്നുണ്ട്. നല്ല ടോപ്പ് ആൻഡ് നല്ല ഇനീഷ്യൽ റെസ്പോൺസും പ്രതീക്ഷിക്കാം. എന്തായാലും ഹീറോ നല്ലൊരു പ്രൈസിങ്ങിലാണ് ഈ ഒരു ബൈക്ക് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നത്. വണ്ടിയുടെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് ഒരു 2 lakh ആണ്. വണ്ടി 2025 തന്നെ ഇന്ത്യയിലേക്ക് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യും. നാലാമത്തെ മോഡൽ അപ്പർലയുടെ ഭാഗത്തു നിന്നാണ്. അപ്പർലയുടെ ട്യൂണോ 457 ആണ്. അപ്പർലയുടെ RS 457 അവർ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തതാണ്. അതൊരു പക്ക സ്പോർട്സ് ബൈക്ക് ആണെങ്കിൽ, ഒരു സൂപ്പർ മോട്ടോ ബൈക്ക് ആണെങ്കിൽ ഇത് വരാൻ പോകുന്നത് ഒരു സ്ട്രീറ്റ് ഫൈറ്റർ മോഡലാണ്. ഒരു പക്ക ഒരു സ്ട്രീറ്റ് ഫൈറ്റർ ആയിട്ടാണ് ഈ ഒരു ബൈക്കിനെ ട്യൂണോ 457 അവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഡിസൈൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി ലുക്കിലാണ് വണ്ടി ഇപ്പോൾ വന്നിട്ടുള്ളത്. വണ്ടീൻ്റെ ബാക്കത്തെ സെക്ഷൻ ആയാലും ഫ്രണ്ട് സെക്ഷൻ ആയാലും സൈഡ് പാനലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു വെൽ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫുള്ളി LED ലൈറ്റിലാണ് വണ്ടി വരുന്നത്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു ബൂമറാങ് ടൈപ്പിലുള്ള ഒരു DRL കാണാൻ പറ്റും. വണ്ടിക്ക് ഫ്രണ്ടിൽ UST ഫോർക്കും ബാക്കിൽ പ്രീലോഡ് അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ്. ഇനി ബ്രേക്സിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഡുവൽ ചാനൽ ABS ഉണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് വണ്ടിക്ക് അവൈലബിൾ ആണ്. ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, കിക്ക് ഷിഫ്റ്റർ ഉണ്ട്, റൈഡിംഗ് മോഡ്സ് ഉണ്ട്, TFT മീറ്റർ കൺസോൾ ഉണ്ട്. എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അപ്പർലയുടെ RS 457 ഉപയോഗിച്ചിട്ടുള്ള സെയിം എഞ്ചിൻ തന്നെയാണ്.
പക്ഷേ ഈ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ്റെ ട്യൂണിങ്ങിൽ ചെറിയ വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ടാവും. ഒരു 457cc പാരലൽ ടിൻ സിലിണ്ടർ എഞ്ചിനാണ് വണ്ടിക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. വണ്ടിയുടെ മാക്സിമം പവർ 47.5 bhp 9400 rpm-ലാണ്. മാക്സിമം ടോർക്ക് 43.5 Nm ടോർക്ക് 6700 rpm-ലാണ്. വണ്ടിക്ക് 6 സ്പീഡ് ഗിയർ ബോക്സിലാണ് വരുന്നത്. അപ്പോഴോടെ എഞ്ചിൻ്റെ കാര്യത്തിൽ പറയേണ്ട ആവശ്യമില്ല, ഒരു പവർഫുൾ എഞ്ചിൻ തന്നെയാണ്. നല്ല ടോപ്പിനും ഇനീഷ്യൽ റെസ്പോൺസ് ഒക്കെ വണ്ടിക്ക് ഉണ്ടാവും. 2025-ലാണ് വണ്ടി ഇന്ത്യയിലേക്ക് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. വണ്ടിയിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് 4 ലക്ഷം രൂപയാണ് എക്സ്-ഷോറൂം. 5ാമത്തെ ബൈക്ക് ഹീറോൻ്റെ ഒരു നേക്കഡ് സ്ട്രീറ്റ് ഫൈറ്റർ മോഡലാണ്. ഹീറോൻ്റെ എക്സ്ട്രീം 250R ആണ് ഇനി ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്ന മോഡൽ. വണ്ടീൻ്റെ ഡിസൈൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഹീറോ ഒരു നേക്കഡ് സ്ട്രീറ്റ് ഫൈറ്ററിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തൊരു ഡിസൈനാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഹീറോ ഇപ്പം കൊണ്ടുവന്ന ബൈക്കിലെ തന്നെ ഏറ്റവും നല്ല ഡിസൈനിലൊന്നാണ് ഈ ഒരു എക്സ്ട്രീം 250R എന്ന് പറയുന്നത്. വണ്ടിൻ്റെ ഫ്രണ്ട് സെക്ഷനും ബാക്കിലെ സെക്ഷനും സൈഡ് പാനലൊക്കെ നല്ല വൃത്തിയിൽ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഹീറോ ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് കേട്ടത് വണ്ടീൻ്റെ ഡിസൈൻ്റെ ഭാഗത്തു നിന്നായിരിക്കും. ഡിസൈൻ ടീമിലൊക്കെ അവർ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന ബൈക്കിനൊക്കെ നല്ല ഡിസൈനാണ് അവർ കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു 250cc തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസൈനാണ് ഈ ഒരു എക്സ്ട്രീം 250R. നമുക്ക് RTRൻ്റെ ചെറിയ കട്ടൊക്കെ വണ്ടി കിട്ടുന്നുണ്ട്. വണ്ടിക്ക് ഫുള്ളി LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി സീറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഒരു സ്പ്ലിറ്റ് സീറ്റാണ്. ഫുള്ളി LED ലൈറ്റിലാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഫ്രണ്ട് സെക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ RTRൻ്റെ ചെറിയ കട്ടൊക്കെ വണ്ടി കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ ഒരു 43 mm ഗോൾഡൻ ടൈപ്പിൽ അപ്സൈഡ് ഡൗൺ ഫോർക്കാണ്. ബാക്കിൽ ഒരു പ്രീ ലോഡ് അഡ്ജസ്റ്റബിൾ മോണോ ഷോക്ക് വരുന്നുണ്ട്. വണ്ടി ഫുള്ളി ട്രെല്ലിസ് ഫ്രെയിമിലാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി വണ്ടിക്ക് എന്തായാലും ഉണ്ടാവും. വണ്ടിൻ്റെ സീറ്റ് ഏറ്റവും വെയിറ്റ് ഒന്നും ഹീറോ ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല. ഇനി ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും നല്ലൊരു ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടി വലിപ്പമുള്ള ഡിസ്ക് ബ്രേക്ക് ആയിരിക്കും. ഡുവൽ ചാനൽ ABS ആണ്. ABS മോഡും അവർ കൊടുത്തിട്ടുണ്ട്. ഇനി എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ കരിസ്മ XM-R ഉപയോഗിച്ചിട്ടുള്ള സെയിം എഞ്ചിൻ തന്നെയാണ്. ചെറിയ ട്യൂണിങ്ങിൽ വ്യത്യാസം ഉണ്ടാവും. 250cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾഡ് DOC എഞ്ചിനാണ്. വണ്ടിയുടെ മാക്സിമം പവർ 30 bhp ആണ്. മാക്സിമം ടോർക്ക് 25 Nm ഓഫ് ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഈ ഒരു ബൈക്ക് 0 to 60 0 to 100 പെട്ടെന്ന് വണ്ടി അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഡ്യൂക്ക് 250 ഓൾമോസ്റ്റ് ആ ഒരു പെർഫോമൻസ് വണ്ടിക്ക് വരുന്നുണ്ട്. ഈ ഒരു ബൈക്കിന്റെ മെയിൻ കോമ്പറ്റേറ്ററും ഡ്യൂക്ക് 250 ആണ്. ഈ രണ്ട് ബൈക്കും തമ്മിലായിരിക്കും ഇന്ത്യയിൽ ഇനി മത്സരം നടക്കാൻ പോകുന്നത്. അതായത് ഹീറോയും KTM തമ്മിലാണ്. അതിൽ ഏത് ബൈക്ക് വിജയിക്കുന്നുള്ള കാര്യം കണ്ടറിയാം. ഹീറോന് KTMന്റെ അടുത്ത് എത്താൻ പറ്റുമോ എന്നുള്ള കാര്യം കണ്ടറിയാം. ഈ ഒരു എക്സ്ട്രീം 250Rഉം ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് 2025-ലാണ്. ചിലപ്പോൾ ജനുവരി ടു ഫെബ്രുവരി തന്നെ വണ്ടി ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യും. ഈ ഒരു ബൈക്കിന്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം ഹീറോ പരമാവധി പ്രൈസ് കുറച്ചിട്ടാണ് അവർ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. 2 lakh വണ്ടീൻ്റെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ്. ആ ഒരു പ്രൈസിൽ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഏറ്റവും നല്ലൊരു വാല്യൂ ഫോർ മണി ബൈക്ക് തന്നെയായിരിക്കും. ലിസ്റ്റിൽ 6ാമത്തെ ബൈക്ക് TVSന്റെ ഒരു അഡ്വഞ്ചർ ബൈക്കാണ്. TVSന്റെ ഒരു അഡ്വഞ്ചർ ബൈക്കിന്റെ ലോഞ്ച് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. TVSന്റെ ഭാഗത്തുനിന്ന് ഫസ്റ്റ് അഡ്വഞ്ചർ ബൈക്കാണ് അവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഈ ഒരു ബൈക്കിന്റെ എഞ്ചിന്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് BMW ആണ്. BMWയുടെ സെയിം എഞ്ചിൽ TVSന്റെ ഡിസൈനും ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്യുന്ന ഒരു മോഡലാണ്. ഇതൊരു 310cc വരുന്ന ഒരു അഡ്വഞ്ചർ ബൈക്കാണ്. നമ്മൾ RTR 310-ലും RR 310-ലും ഉപയോഗിച്ചുള്ള സെയിം എഞ്ചിൻ തന്നെയാണ്. ഈ ഒരു ബൈക്കിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ പുറത്തു വന്നില്ല. ഈ ഒരു ന്യൂസ് പുറത്തു വിട്ടത് ബൈക്ക് വാലയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിൾ വെബ്സൈറ്റും കൂടിയാണ്. അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാകാറുണ്ട്. അവർ പറഞ്ഞ എല്ലാ ബൈക്കും ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. വണ്ടി ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് 2025-ന്റെ പകുതിയോടുകൂടിയായിരിക്കും. എന്തായാലും TVSന്റെ ഫസ്റ്റ് അഡ്വഞ്ചർ ബൈക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. 7ാമത്തെ ബൈക്ക് എൻഫീൽഡിന്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ന്യൂസാണ്. എൻഫീൽഡിന്റെ സ്ക്രാം 457 ആണ് ഇനി വരാൻ പോകുന്ന ബൈക്ക്. എൻഫീൽഡിന്റെ സ്ക്രാം 411 വേറൊരു പുതിയൊരു മോഡലാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ സ്ക്രാം 411 ഇന്ത്യയിൽ ഇപ്പോൾ വിൽപ്പന നടത്തിയിട്ട് ഏകദേശം 3 വർഷത്തിന് മുകളിലായി. വണ്ടിക്ക് വരാൻ പോകുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ വണ്ടീൻ്റെ ഡിസൈൻ്റെ ഭാഗത്തു തന്നെയാണ്. ഡിസൈനിൽ അവർ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. 2ാമത്തെ മാറ്റം വണ്ടീൻ്റെ എഞ്ചിൻ്റെ ഭാഗത്തു നിന്നാണ്. ഇതൊരു 440cc എഞ്ചിനാണ്. പുതിയൊരു എഞ്ചിനാണ് അവർ കൊണ്ടുവരാൻ പോകുന്നത്. നിലവിലൊരു 450cc എഞ്ചിൻ ഉണ്ട്. അതുണ്ടായിട്ടൊരു 440cc എഞ്ചിൻ എന്തിനാണ് കൊണ്ടുവരുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ ഹിമാലയൻ്റെ 450cc എഞ്ചിൻ തന്നെ ആയിരിക്കും വണ്ടിക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എഞ്ചിൻ്റെ കാര്യങ്ങളൊന്നും കൺഫേം ആയിട്ടില്ല. എന്തായാലും പഴയ സ്ക്രാം 411-നെക്കാട്ടും കുറച്ചും കൂടി പവറും ടോർക്കും വണ്ടിക്ക് കൂടുന്നതായിരിക്കും. മാത്രമല്ല പുതിയൊരു സ്ക്രാം വന്നു കഴിഞ്ഞാൽ പഴയ മോഡൽ ഇന്ത്യയിൽ നിന്നും ഡിസ്കണ്ടിന്യൂ ചെയ്യും. ഇനി പുതിയ സ്ക്രാമിൻ്റെ ലോഞ്ച് നോക്കുകയാണെങ്കിൽ 2025-ഓടുകൂടിയായിരിക്കും വണ്ടി ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ ഡിസംബറിലായിരിക്കും. നമ്മൾ ലിസ്റ്റിലെ ലാസ്റ്റത്തെ ബൈക്ക് 8ാമത്തെ ബൈക്ക് ഹീറോൻ്റെ Xpulse 210 ആണ്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ഹീറോ അൺവീൽ ചെയ്ത മോഡലാണ്. ഇഗ്മയിൽ വെച്ചിട്ട് അൺവീൽ ചെയ്ത മോഡലാണ് ഹീറോൻ്റെ Xpulse 210. വണ്ടി ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ ട്രെൻഡിങ്ങിൽ വന്നിട്ടുണ്ട്. ഒരുപാട് പേർ വണ്ടീൻ്റെ ലോഞ്ചിന് വേണ്ടിയിട്ട് കാത്തിരിക്കലാണ്. വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഒരു Xpulse വരുന്നതോടുകൂടി പഴയ Xpulse ഇന്ത്യയിൽ നിന്നും ഡിസ്കണ്ടിന്യൂ ചെയ്യും. ഓൾറെഡി Xpulseൻ്റെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ചെറിയ രീതിക്ക് വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. പഴയ Xpulseനെക്കാട്ടും കുറച്ചും കൂടി അഗ്രസീവ് ലുക്ക് പുതിയ മോഡലാണ്. ചെറിയ മാറ്റങ്ങളൊക്കെ കാണാൻ പറ്റും. ഒന്ന് വണ്ടീൻ്റെ ഫ്രണ്ട് സെക്ഷനാണ്. പിൻ സ്ക്രീൻ കുറച്ചും കൂടി വലുതാക്കിയിട്ടുണ്ട്. പിന്നെ ടാങ്ക് കുറച്ചും കൂടി വലുപ്പത്തിലാക്കിയിട്ടുണ്ട്. ടാങ്കിൽ ചെറിയ പാഡിങ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ ടൈൽ സെക്ഷൻ ഒരു എൻഡീറോ ടൈപ്പിലാണ്. പുതിയ Xpulseൻ്റെ ഷോക്ക് അവർ മാറ്റിയിട്ടുണ്ട്. ഒരു 210 mm ടെലിസ്കോപ്പ് ഫോർക്കാണ്.
ബാക്കിൽ 205 mm മോണോ ഷോക്കാണ്. പഴയ എക്സ്പൾസിനെക്കാട്ടും കുറച്ചും കൂടി ഷോക്കിൻ്റെ ട്രാവലിന് പുതിയ മോഡലാണ് വരുന്നത്. മാത്രമല്ല പഴയ എക്സ്പൾസിൻ്റെ ഷോക്കിൽ നല്ല കംപ്ലൈൻറ്റ് വരുന്നുണ്ട് ബാക്ക് ഷോക്കിന്. അത് കണക്കിലെടുത്തിട്ടാണ് അവർ ബാക്ക് ഷോക്ക് ലിങ്ക് ടൈപ്പിലാക്കി മാറ്റിയത്. അടുത്ത മാറ്റം വണ്ടീൻ്റെ ബ്രേക്കിങ്ങിലാണ്. പഴയ എക്സ്പൾസിന് സിംഗിൾ ചാനൽ ABS ആണ്. അത് വണ്ടീൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് കൂടിയാണ്. ഇത്തവണ അവർ ഡുവൽ ചാനൽ ABS കൊടുത്തിട്ടുണ്ട്. പിന്നെ ABS ഓഫ് ആക്കാനും പറ്റും. സ്വിച്ചബിൾ ABS ആണ്. പിന്നെ വണ്ടീൻ്റെ വെയിറ്റും കൂടിയിട്ടുണ്ട്. പഴയ എക്സ്പൾസിന് 157 കിലോ ആണ്. ഇപ്പോൾ 170 ആക്കി മാറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു 13 to 14 കിലോ ഒക്കെ കൂടിയിട്ടുണ്ട്. പിന്നെ പഴയ എക്സ്പൾസിൻ്റെ LCD മാറ്റിയിട്ട് പുതിയൊരു TFT മീറ്റർ കൺസോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത മാറ്റം വണ്ടീൻ്റെ എഞ്ചിനിലാണ്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് എക്സ്പൾസിന് വെറും 10 cc മാത്രമല്ല എഞ്ചിൻ്റെ ഭാഗത്തൊന്നും കൂടിയുള്ളൂ, അപ്പോൾ വലിയ മാറ്റമൊന്നും സംഭവിച്ചില്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ CC വെറും 10 cc ആണെങ്കിൽ പഴയ എക്സ്പൾസിൻ്റെ എഞ്ചിൻ എക്സ്ട്രീമിൻ്റെ എഞ്ചിനാണ്. അത് ശരിക്കും അണ്ടർ പവർ ആയിട്ടുള്ള എഞ്ചിനാണ്. പുതിയതിലേക്ക് വരുമ്പോൾ XMRൻ്റെ കൈസ്മ XMR 210 എഞ്ചിൻ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു സ്പോർട്സ് ടൂറിൻ്റെ എഞ്ചിനാണ്. ഹീറോൻ്റെ അടുത്ത വെല്ലുവിളി ഈ ഒരു സ്പോർട്സ് ടൂറിൻ്റെ എഞ്ചിൻ അഡ്വഞ്ചറിലേക്ക് മാറ്റണം. ആ ഒരു എഞ്ചിൻ അവർ റീട്യൂൺ ചെയ്ത് മാറ്റണം. അഡ്വഞ്ചർ ബൈക്കിന് ഏറ്റവും വേണ്ട കാര്യം ലോ ആൻഡ് പവറും ലോ ആൻഡ് ടോർക്കാണ്. അത് ഹീറോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബൈക്ക് എന്തായാലും സക്സസ് ആയിട്ട് മാറും. മാത്രമല്ല പഴയ എക്സ്പൾസ് ലോങ് ഒക്കെ പോകുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ ഒരു അഡ്വഞ്ചർ ടൂർ കൂടിയാണ്. പക്ഷേ ഈ ഒരു എക്സ്പൾസ് റൂട്ടിൽ നമുക്ക് ഓഫ് റോഡിങ്ങിനും ലോങ് ട്രിപ്പിനൊക്കെ പറ്റിയിട്ടുള്ള ബൈക്ക് തന്നെയാണ്. ഇനി വണ്ടീൻ്റെ ലോഞ്ച് നോക്കാം. ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് വണ്ടീൻ്റെ ലോഞ്ച് എപ്പോഴാണ് നടക്കാൻ പോകുന്നതെന്ന്. നമുക്കിപ്പോൾ ഹീറോൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. 2025 ജനുവരിയിൽ വണ്ടി ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു പക്ഷേ ഡിസംബറിൽ അവർ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഇനി വണ്ടീൻ്റെ എക്സ്പെക്ട് ചെയ്തൊരു പ്രൈസ് നോക്കുവാണെങ്കിൽ പഴയ എക്സ്പൾസിനെക്കാട്ടി കുറച്ചും കൂടി പ്രൈസ് കൂടും. ഇത്രയും കാര്യങ്ങൾ വന്നതിനനുസരിച്ച് വണ്ടിക്ക് പ്രൈസും കൂടും. 1,80,000 രൂപയാണ് വണ്ടീൻ്റെ ഇപ്പോഴത്തെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ്. ഓൺ റോഡായിട്ട് 2,25,000 to 30,000 ഒക്കെ വണ്ടിക്ക് പ്രൈസ് വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഒഫീഷ്യൽ പ്രൈസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം.